മുടിഞ്ഞു, കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കേരളം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല, എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു, ഞാൻ ഇവിടുത്തെ പെൻഷൻ പറ്റിയ ടീച്ചറാ. ഞാൻ പ്രതികരിക്കാൻ തന്നെ വന്നതാണ്. എനിക്ക് സഹിക്കുന്നില്ല. ടിവിയുടെ മുന്നേ ഇരുന്നിട്ട് എന്തുവാ ടി വി കാണുന്ന മുഴുവനും? എന്തൊരു സങ്കടമാ കാണുന്നേ. ടീച്ചർമാരെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കുക, രക്ഷിതാക്കളെ ശരിയായ രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടക്കുന്ന ഒരാൾ ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ലെ ഒക്കത്തില്ല ഇവിടെ. ഇത് ശരിയല്ല ചെയ്തത്. എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എന്റെ കുഞ്ഞാന്ന് ഞാൻ സഹിക്കുവോ? എനിക്ക് താമരശ്ശേരി പോകുമ്പോ ഞാൻ പോയില്ലേ താമരശ്ശേരി. ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ നശിപ്പിച്ചിട്ടേ എന്ത് മര്യാദയാ കാണിച്ചിരിക്കുന്നേ? എന്ത് മര്യാദ? ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും ആ കുട്ടികളെ പരീക്ഷ എഴുതിക്കത്തെ ആ കുട്ടികളെ ശിക്ഷിക്കണം. മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരിക്കണം കുട്ടികൾക്ക്. 15 ബാല നിയമങ്ങളെല്ലാം മാറ്റണം. ടീച്ചർമാർക്ക് നല്ല ഒന്നാമത്തെ ചൂരവടി കൊടുക്കണം. ടീച്ചർമാരുടെ കൈ ചൂരവടി വേണം. അല്ലാതെ ഈ ലോകം നന്നാകാൻ പോകുന്നില്ല.